യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. ഞാൻ നിൻ സമ്പാദ്യം, എൻ രക്ഷക. നീ എൻ കർത്താവും സ്നേഹിതനും ജീവദാതാവും സകലവും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് അങ്ങല്ലാതെ പ്രശംസിപ്പാൻ, ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഞങ്ങൾക്കൊന്നുമില്ല. രാവിലെ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളത് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ പ്രശംസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവദാതാവാകിയാൽ ഞങ്ങൾ അങ്ങയിൽ പ്രശംസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്, അങ്ങ് ഞങ്ങളുടെ സ്നേഹിതനാണ്, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളുടെ സകലവുമാണ്. We love you, Lord. We love you, Lord. We praise you, Lord. We worship you, Lord. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. കർത്താവിൻ്റെ കൃപകൾ അനുഭവിപ്പാൻ ഞങ്ങളെ ഭാഗ്യം ചെയ്യണം. ഇന്ന് രാവിലെയും ഏകാഗ്രതയോടെ ഞങ്ങളുടെ സന്നിധിയിൽ ഇരുപ്പാൻ കൃപ ചെയ്താട്ട് അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണം. ഞങ്ങളുടെ ദാസന്മാരോട് ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്നവർക്കായി സ്തോത്രം, അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആരെങ്കിലും ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവിൻ്റെ അതിവേഗം ഓടുന്ന വചനം അയച്ച് അവരായിരിക്കുന്നിടത്ത് ആശ്വാസവും സൗഖ്യവും കർത്താവ് കൽപ്പിക്കുമാറാകണം. പീഡനത്തിലായിരിക്കുന്ന അങ്ങയുടെ വിശുദ്ധ സഭയ്ക്കായി സ്തോത്രം. ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം. അവരെ ഞങ്ങളെപ്പോലെ തന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. വിശ്വാസത്തിന് വേണ്ടി അവർ കഷ്ടം അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഉറച്ചു നിൽപ്പാൻ ദൈവകൃപ അവരുടെ മേൽ പകരണമേ കർത്താവേ. രാവിലെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയോടുള്ള ഭയത്തിലും ഭക്തിയിലുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ഈ മെയ് 18-ാം തീയതി ഒരു ദിവസം കൂടെ എന്ന് നമുക്ക് തോന്നിയാലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നത് ആ സമയം. ഈ ഒരു നിമിഷത്തിന് വിലയുണ്ട്. ഹല്ലേലൂയ. ആകയാൽ ഓരോ നിമിഷവും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ മാത്രം ഉയർത്തുന്നതായി തീരട്ടെ. അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവർക്കും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. Praise you, Lord. Praise you, Lord. Praise you, Lord. Praise you, Lord. Hallelujah. Hallelujah. 97-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Psalm number 97. Psalm number 97. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു.
യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. അവസാനത്തെ 2 വാക്യം ചേർന്ന് വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിക്കുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആരായി സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന് അവിടെ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആരെഴുതിയാലും ഇത് നമുക്ക് വേണ്ടി എഴുതിയ സങ്കീർത്തനമാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ജനം അവരെ അഡ്രസ്സ് ചെയ്യുന്നത് നീതിമാന്മാരെന്ന. പഴയ നിയമത്തിൽ ഒരാൾക്കും പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. അവരുടെ പാപം ജസ്റ്റ് മറയ്ക്കപ്പെടുക മാത്രമായിരുന്നു. ഇതപ്പോൾ നമുക്ക് വേണ്ടിയല്ലേ എഴുതിയേക്കുന്നേ. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീതിമാന്മാരെ, യെസ്, ഐ ആം ജസ്റ്റിഫൈഡ് ബിക്കോസ് ഓഫ് ദ ക്രോസ്. ക്രൂശ് നിമിത്തം, യേശുവിൻ്റെ രക്തം നിമിത്തം ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് കർത്താവ് പറയുകയാണ്, നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിക്കുവീൻ. 2, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ആരായി ദൈവം എന്നൊക്കെ നമുക്ക് ആദ്യമൊക്കെ കാണാം. ആരായി ദൈവം? അവിടുന്ന് വാഴുന്ന ദൈവമാണ്. സകലത്തിന്മേലും വാഴുന്ന, സകലത്തെ നിയന്ത്രിക്കുന്ന, പരമാധികാരിയായ, എല്ലാം ആമേൻ തൻ്റെ കൈത്തലങ്ങളിൽ വഹിക്കുന്ന ഈ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കടന്നു വന്ന് നീതീകരിക്കപ്പെട്ടവരായ ദൈവസന്നിധിയിൽ ധൈര്യത്തോട് കൃപാസനത്തിനോട് അടുത്തു വരുവാൻ ദൈവം ഭാഗ്യം ചെയ്തെങ്കിൽ നമുക്ക് അവനെ സ്തുതിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിച്ച് അവരുടെ നാമത്തെ ചില ഗാനങ്ങളിലൂടെ ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. ചില ഗാനങ്ങളിലൂടെ പാടുന്നത് ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകളാണ്. ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി എൻ്റെ യേശുവര, എണ്ണമില്ലാതുള്ള തൻ്റെ നന്മകൾക്കും അത്ഭുതമാർന്ന നിന്റെ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. ഹൃദയത്തിൽ നിന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. നന്ദി നന്ദി
ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ നമ്മെ, വഴിയരികിൽ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന നമ്മെ അവിടുത്തെ പാണിയാൽ ചേർത്തണച്ച അവിടുത്തെ സ്നേഹമോർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവം. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവിടുത്തെ സ്നേഹം, അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ യാഗം, അവിടുത്തെ നമ്മോട് കാണിക്കുന്ന കരുണ, അവിടുത്തെ സ്നേഹ നിമിത്തം നമുക്ക് അവരെ സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. We thank you Lord. Hallelujah. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. Hallelujah, hallelujah, hallelujah. We thank you Lord, we worship you Lord. Hallelujah. ജീവിത ശൂന്യതയുടെ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ നാം ആയിരുന്നപ്പോൾ അവിടുത്തെ സ്നേഹത്താൽ, അവിടുത്തെ പാണിയാൽ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കുഴിഞ്ഞ ചേറ്റിലായിരുന്ന നമ്മെ അവിടുത്തെ കരം നീട്ടി ഉയർത്തി ഉറപ്പുള്ള പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്ന എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയും. ദാവീദ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. We praise you Lord. ഹല്ലേലൂയ. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നാം അവന്റെ ക്രൂശിനെ ഓർക്കാം, അവന്റെ ദയ എത്രയോ വലിയതെന്ന് ഓർക്കാം. അവൻ ചെങ്കടൽ പിളർന്ന് നല്ല തൂവർ നിലമാക്കി ശങ്ക എന്നെ തന്റെ ജനത്തെ നടത്തിയതുപോലെ നമ്മെ അവൻ നടത്തുന്ന ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ ചെങ്കടൽ പിളർന്നു നല്ല തുവനിലമാക്കി ശങ്കയന്റെ തഞ്ചനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല തുവനിലമാക്കി ശങ്കയന്റെ
ഹല്ലേലൂയ. നടത്തിയോനേ, ഓ മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനേ, മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനേ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തുതിച്ചിടുവിൻ. ഓ തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനേ, തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, കർത്തനെ വാഴ്ത്തി ഹല്ലേലൂയ എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയെ സ്വർഗസ്ഥലത്തിരുത്തിയോനെ, താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയെ സ്വർഗസ്ഥലത്തിരുത്തിയോനെ, വൈരിയിന്മേൽ ജയം തന്ന യേശുരാജനെ, വൈരിയിന്മേൽ ജയം തന്ന യേശുരാജനെ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ ഹല്ലേലൂയ. വാഴ്ത്തി വണങ്ങി പ്രൈസ് ദി ലോർഡ്. അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനെന്നാർത്തു പാടി പുകഴ്ത്തിടുവിൻ. തന്റെ സ്നേഹമാധുരിമയെന്നും രുചിച്ചിടുവിൻ. അവൻ നല്ലവനെന്നാർത്തു പാടി പുകഴ്ത്തിടുവിൻ. തന്റെ സ്നേഹമാധുരിമയെന്നും രുചിച്ചിടുവിൻ. ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ. ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി ഹല്ലേലൂയ എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി ഹല്ലേലൂയ. അവനെ നമുക്ക് വാഴ്ത്താം, അവരുടെ നാമത്തെ നമുക്ക് ഉയർത്താം. അവൻ നല്ലവൻ, അവൻ നല്ലവൻ, അവൻ നല്ലവൻ, അവൻ വല്ലഭൻ. അവന്റെ നാമം എത്രയോ ഉയർന്നിരിക്കുന്നത്. ചെങ്കടൽ പിളർന്ന് നല്ല തുവർനിലമാക്കി തന്റെ ജനത്തെ നടത്തിയതുപോലെ, ഹല്ലേലൂയ, ശത്രുവിനെ പകയെ പിണ്ടതാക്കിയതുപോലെ തന്റെ ജനത്തെ നടത്തുന്ന അവിടുത്തെ വിശ്വസ്തനെ ഓർത്ത് അവിടുത്തെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Lord, we worship you Lord. Hallelujah, 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 hallelujah. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ നന്ദി, 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 നന്ദി. എണ്ണമില്ലാതിരിക്കുന്ന ഞങ്ങളുടെ നന്മകൾക്ക് നന്ദി, ചോദിക്കാത്ത നന്മകൾക്ക് നന്ദി, പ്രാർത്ഥനകളുടെ മറുപടികൾക്ക് നന്ദി, രക്ഷയ്ക്ക് നന്ദി, ആത്മാവിനെ ഉള്ളിലാക്കിയതിന് നന്ദി, പുത്രനെ ദാനമായി നൽകിയതിനായി നന്ദി, വിശുദ്ധന്മാരുടെ ഈ പന്തിയിലേക്ക് കൂട്ടിവരുത്തിനായി നന്ദി, 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 നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രകാരം പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രിയ ജോസ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഈ പകൽ വേളയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ആമേ, ഹല്ലേലൂയ. ആഴ്ചയുടെ ഒന്നാം ദിവസം പ്രഭാതത്തിൽ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി ആയുസ്സും ആരോഗ്യം തന്ന് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആമേ, ജീവിതത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ നൽകി തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, പലയിടങ്ങളിലായിരുന്ന അടിയങ്ങളെ ഹല്ലേലൂയ ഈ ആലയത്തിൽ ഹല്ലേലൂയ ഒത്തൊരുമിച്ച് കൂട്ടിവരുത്തിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ അടിയങ്ങളെ ഹല്ലേലൂയ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ആമേ കൂട്ടിക്കൊണ്ടുവന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താവേ, അടിയങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ദൈവം ഹല്ലേലൂയ അറിയുന്നല്ലോ. കർത്താവേ, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് ഹല്ലേലൂയ ഹിതമുണ്ട്. ഹല്ലേലൂയ, ആമേ, താഴ്ചയിൽ നമ്മെ ഓർത്തവനെ ഹല്ലേലൂയ
ആമേ പാപത്താൽ മുറിവേറ്റ Yes, Lord. ഹല്ലേലൂയ, എന്നെ നമ്മളെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ വിടുവിച്ച് ഹല്ലേലൂയ രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുകൊണ്ട് ആമേ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി പുകഴ്ത്തുവീൻ ഹല്ലേലൂയ എന്നുള്ള പാട്ട് നിങ്ങൾക്ക് ആമേ ഹല്ലേലൂയ അനുഭവത്തിൽ കൂടെ പാടുവാൻ കൃപ നൽകിയനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുന്നു. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ആമേ സ്വർഗസ്ഥലത്ത് ആമേ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഇരുത്താൻ പോകുന്ന അവിടുത്തെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ പദവിക്കായി ദൈവത്തിന് സ്തോത്രം. അടിങ്ങളെ യോഗ്യരാക്കിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നു വരുവാൻ കഴിയാത്തവരെ, രോഗികളായി ഭാരപ്പെടുന്നവരെ, ആമേ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. സൂമിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ തുടർന്ന് നടക്കുന്നതായ ആമേ സാക്ഷ്യങ്ങള്, പ്രബോധനങ്ങള്, നല്ല വചനങ്ങള് ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം അനുഗ്രഹമാക്കി വിടുതൽ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് കൃപ നൽകി തരുമാറാകട്ടെ. വരവിനായിരിക്കണം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ ഈ സമയം സൂമിലും ആലയത്തിലുമുള്ള എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. So before I go further, I invite our youngsters to come forward and memorize the word. Hallelujah. Johnny, echo എന്ന് മാറ്റി. Verse 9. Knowing Christ, having been raised from the dead, dies no more, death no longer has dominion over him. Psalms 23, verse 4. Surely goodness and mercy shall follow me all the days of my life, and I shall dwell in the house of the Lord forever. Psalms 91 verses 1 and 2. He dwells in the shelter of the Most High will abide shadows of day. My I'll say to Lord, my future, my fortress, my God, in who I will my trust. 1 Thessalonians 4 verse 14. For if you believe that Jesus died and rose again, even so God will bring with him those who sleep in Jesus. Our help is from the Lord who made heaven and earth. Romans 6 verse 9.
Knowing that Christ, having been raised from the dead, dies no more, death has no longer dominion over him. Galatians 3, verse 6 and 7. So also Abraham believed God, and it was credited to him as righteousness. Understand then that those who have faith are children of Abraham. Don't let any unwholesome words come out of your mouth, but only what is helpful for building others up according to their needs, that it may benefit those who listen. Ephesians 4, verse 29. Galatians 4 and 5. For when the fullness of time came, God sent forth his Son, born of a woman, born under the law, so that he might redeem those who are under the law, so that we might receive the adoption as sons. Galatians 3, verses 6 and 7. So also Abraham believed God, and it was credited to him as righteousness. Understand then that those who have faith are children of Abraham. The earth is the Lord's and all its fullness, the world and those who dwell therein. He has founded it upon the waters and established it upon the seas. Psalms 24, verse 1 and 2. മൈക്ക് കൊടുക്കുക. Hey. Be strong and created. Joshua on verse 9. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ജോജി പ്രാർത്ഥിക്കാം. ഒന്നിച്ച് സഭയായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം കർത്താവ് തന്ന ദാനങ്ങളുമായിട്ടാണ് നാം ദൈവസഭയായിരിക്കുന്നത്. സഭയൊന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവസഭയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഡെഡിക്കേറ്റ് കുഞ്ഞുങ്ങളായി നിൽക്കുന്നത് അവർ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉതകുവാൻ, അവർ പറഞ്ഞ വചനം അവരുടെ ഹൃദയത്തിൽ ഉൾനട്ട വചനമായി തീരുവാൻ, അവർ വളരുന്തോറും ദൈവകൃപയിൽ നിൽപ്പാൻ ഈ വചനം ക്രിയ ചെയ്യേണ്ടതായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തേണ്ടവരാ. കർത്താവിൻ്റെ കൃപ അധികമായി ഇവരിൽ കൂടി വ്യാപരിക്കത്തക്കവണ്ണം ദൈവമായ കർത്താവിനെ ഉപയോഗിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ജോജി പ്രാർത്ഥന സഹായിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. Yes, Lord. Thank you, Lord. Yes, Katavi. Yes, Lord. Tave. Oh, Lord. Tave Sahai. Amen. Thank you. ഒരിക്കൽ കൂടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇച്ചിരി ഒന്ന് ഹൗളിങ്ങോ ബോളിയോ ഒന്ന് കുറയ്ക്കാം. പോയിട്ട് മത്തായി സുവിശേഷം 36 മുതൽ 39 അല്ലെങ്കിൽ 40 വരെയാണ് എൻ്റെ ടെക്സ്റ്റ്. 36 to 40 അതാണ് എൻ്റെ ടെക്സ്റ്റ്. 39 ആയിരിക്കും തെറ്റ്, ഞാൻ തന്നെ എഴുതിയിരിക്കുക. അതിൽ 38 മാത്രം ഒന്ന് വായിച്ചാൽ മതി.
Then he said to them, my soul is exceedingly sorrowful, even to death. Stay here and watch with me. Stay here and watch. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ബി വാച്ച്ഫുൾ. ഉറങ്ങിപ്പോരുത്. പക്ഷെ അവർ ഉറങ്ങി. ബി വാച്ച്ഫുൾ, എന്നോടുകൂടെ ഉണർന്നിരുന്ന് ചില ലൈഫ് ലെസൺസ് പഠിക്കണം. അതിൻ്റെ മാതൃക ക്രിസ്തുവേ ഉള്ളൂ. ആരെയും നോക്കി പഠിക്കാനൊന്നുമില്ല. So we are in Gethsemane. Be watchful. ഉണർന്നിരിക്കണം. ഉറങ്ങിപ്പോരുത്. എന്താ കാര്യം അറിയാമോ? ചില കാര്യങ്ങൾ ഗത്സമനയിൽ പഠിക്കാനുണ്ട്. സ്തോത്രം. So my topic, stay here and learn the life lessons with me. അവനോട് ചേർന്നല്ലേ പഠിക്കാൻ പറ്റുന്നു. നമ്മുടെ യാത്ര അതാ. എന്നോട് കൂടെ ഉണർന്നിരുന്ന പാഠങ്ങൾ പഠിക്കുക. കണ്ണടയ്ക്കാം. താൻ വഴുകയാ ആകുലമിൽ നാളെ ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയല്ല കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. Because he lives, because he lives, I can face tomorrow. I can face tomorrow because he lives. All fear is gone because I know he holds the future and life is worth the living just because he lives. Hallelujah. The life is worth just because he lives. അവൻ വാഴുന്നത് കൊണ്ട്. ക്രിസ്തു ജീവിതത്തിൽ കഷ്ടതയുണ്ടോ? ഈ പാന്താവ് പരിചയമില്ലാത്ത വഴിയാ. But there is one thing there. യേശു ഈ വഴിയിലുണ്ട്. He is the one telling you, fear not, I am here. കർത്താവേ, നല്ല വചനത്തിനായി സ്തോത്രം. എന്നോട് ഞങ്ങളോട് സംസാരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Stay here and learn the life lesson. ജീവിതത്തിൽ ഒത്തിരി ലെസൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്ലാസ് റൂമില്ല. ഇതുവരെ ആരും പാസ്സായിട്ടില്ല. We are pursuing towards perfection. അതൊക്കെ പാസ്സാകാൻ വേണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ വിഷയം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ക്ലാസ്സിലിരുന്നാൽ മതി. നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആദ്യത്തെ മലയാളം ഭയങ്കരൻ സാർ വരും,
പിന്നെ കണക്കിൻ്റെ മറ്റേ സാറ് വരും, പിന്നെ ഹിന്ദി ടീച്ചർ വരും. മിക്കവാറും എല്ലാം ടീച്ചേഴ്സാണ് ഹിന്ദി. യോ പിന്നെ അങ്ങനെ ഓരോരുത്തർ വരും. നമ്മളിങ്ങനെ കുത്തിയിരുന്നാൽ മതി ഇവരെ ഇങ്ങനെ കണ്ടുകൊണ്ട്. മിക്കവാറും പലരും ബാക്ക് ബെഞ്ച് താല്പര്യപ്പെടുന്നു. കാരണം മുമ്പിൽ നിന്നൊന്നും കാണിച്ചാൽ ഇവർ കാണുമേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഞാൻ അവിടെ സ്കൂളിലൊന്നും പോയിട്ടില്ല, പോകാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്താൽ പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല. അഡ്മിഷൻ കിട്ടിയില്ലയോ? കിട്ടി, പോയില്ല. ന്യൂയോർക്ക് വെച്ച്. അവിടെ മക്കളെ ഇതങ്ങ് മാറ്റിയല്ലേ. അവിടെ ഇവിടെ ഓരോ സബ്ജക്റ്റ് ഓരോ റൂമിലാണ്. ഇവിടെ മലയാളമാണെങ്കിൽ ഇവിടെ മലയാളം ഇല്ലല്ലയോ, ചോദിച്ച് പറയണ്ട. ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇവിടെ മാത്ത്, ഇവിടെ മാത്താണെങ്കിൽ അവിടെ സോഷ്യൽ സ്റ്റഡി, ഇവിടെ ലോ. ഒരുത്തിന് ഇംഗ്ലീഷ് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ വയറ്റുവേദനയാണെന്ന് പറഞ്ഞ് എങ്ങനെ പറഞ്ഞാൽ ആ ക്ലാസ്സിൽ പോകത്തില്ല. ഇന്ന് വയറ്റുവേദന അല്ലെങ്കിൽ ഇങ്ങനെ ചീരാപ്പ് വന്നു, അതറിയാമോ? അത് മലബാറിൻ്റെ ഭാഷ ചീരാപ്പ്, കോടെന്ന് പറയുന്ന. എന്തെങ്കിലുമൊക്കെ വന്നെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ആ ക്ലാസ്സിൽ കയറത്തില്ല. അപ്പനും അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റിസൾട്ട് വരാൻ വേണ്ടി. മോൻ തോറ്റു. എൻ്റെ മോൻ തോക്കാൻ കാരണം ഇല്ല. എന്തോ ഇല്ല, ഞാൻ പറഞ്ഞത് ശരിയാ. എൻ്റെ മോൻ തോക്കാൻ കാരണമില്ലെന്ന പാരൻസ് പിന്നെ ആൻസർ പേപ്പർ വീണ്ടും എടുപ്പിച്ചു പൈസ കൊടുത്ത്. എടുത്തപ്പോഴും തോറ്റു. കാര്യം എന്തുവാ? അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, പരീക്ഷയ്ക്ക് പോയി, ക്ലാസ്സിൽ കയറിയില്ല. ടഫുള്ള ടോപ്പിക് ആണെങ്കിലും ക്ലാസ്സിൽ കയറണം, എന്നാലേ വിജയമുള്ളൂ. ഗെത്സമനെ ഒരു ക്ലാസ്സാ. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷം ക്ലാസ് റൂമിൽ കയറി. എപ്പം കയറിയാലും ശിഷ്യന്മാരുടെ കൂടെ കയറുന്നേ. ഇതുപോലത്തെ ഒരു ഗുരുവിനെ കിട്ടുമോ? ചില സ്നാനപ്പെടുത്തുന്നത് പറഞ്ഞാൽ ചില സ്നാനപ്പെടുത്തുക കണ്ടുണ്ട്. സ്നാനപ്പെടുത്തുന്ന ആൾ വെളിയിൽ നിൽക്കുമ്പോൾ സ്നാനപ്പെടുത്തുന്നതിന് ടാങ്ക് ഇറക്കും. തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് വചനവിരുദ്ധമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അവർ ഇരുവരും ഇറങ്ങിയതാ ബൈബിളിൽ. പിന്നെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഈ വെളിയിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞ് നീ ഇറങ്ങി ഞാനിവിടെ നിൽക്കാമെന്ന് പറയുന്ന ഗുരുവല്ല നമ്മുടെ. അത് പറയാനാണ് പറഞ്ഞത്. നീ അങ്ങോട്ട് ഇറങ്ങി, ഞാൻ 3.5 വർഷം എല്ലാ സാഹചര്യങ്ങളിലും ശിഷ്യന്മാർ കൂടെയുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസമാണ്. അവൻ പോകാത്തൊരു വഴിയെ നിങ്ങളെ വിടുന്നവനല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വഴി അത്ര ഈസി അല്ല, പക്ഷെ അവൻ ആ വഴിയിലുണ്ട്. രാത്രിയുടെ 4-ാം യാമം തണ്ടുവലിച്ചു കുഴഞ്ഞു. ഇരുട്ട്. മുൻപോട്ട് എങ്ങനെ പോകും? നിരാശ. ഈ വഴിക്കാണ് പറയുന്നത്. ഈ വഴിയിൽ മുൻപേ നിങ്ങൾ പോയിട്ടില്ല. പടകിൽ പോയിട്ടുണ്ട്, ഈ കടലിൽ പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോയിട്ടില്ല. ദൈവമക്കളെ, നാം പ്രതീക്ഷിക്കാത്ത വഴികൾ മുൻപിൽ വരുമ്പോൾ അവിടെയാണ് രാത്രിയുടെ 4-ാം യാമത്തിൽ ഫിയർ നോട്ട്, ഐ ആം ഹിയർ. ഫിയർ നോട്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഗെത്സമന, ഈ ദേവദാസന്മാരൊക്കെ ശുശ്രൂഷിക്കുന്ന വചനമേ, ആദ്യം അവരോട് ദൈവം സംസാരിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ശനിയാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ച വൈകിട്ടും ഈ പുള്ളിക്കകത്തേക്ക് നേരത്തെ ഉറങ്ങും. നേരത്തെ അല്ല,
വളരെ ധ്യാനത്തിൽ രാത്രിയുടെ യാമങ്ങൾ നടന്ന് പ്രസംഗിച്ച് എന്നോട് വല്ലതും ദൂതുണ്ടെങ്കിലേ സൺഡേ ഇവിടെ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞു. നടന്ന് പ്രസംഗിക്കുന്ന കണ്ടുണ്ടോ രാത്രി? ഇല്ല, കണ്ടോ? അതേ ഞാൻ പറഞ്ഞു. രാത്രി അവിടെയൊക്കെ നടന്ന് തന്നെ ഒന്ന് പ്രസംഗിക്കും, കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കും. എന്നിട്ട് ദൈവാത്മാവ് ഇടപെട്ടെങ്കിലാണ് രാവിലെ വന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഈ വചനം എനിക്കും നിങ്ങൾക്കും ഒരുപോലെയുള്ളതാണ്. സ്തോത്രം. ഗത്സമന വേദ പഠിതാക്കൾ, പണ്ഡിതരല്ല, പണ്ഡിതന്മാരാരുമില്ല കേട്ടോ, പഠിതാക്കളേ ഉള്ളൂ, പഠിക്കുന്നവരേ ഉള്ളൂ. വേദ പഠിതാക്കളുടെ അഭിപ്രായം ക്രൂശിനേക്കാൾ കഷ്ടതയായിരുന്നു ഗത്സമന. ക്രൂശ് വിജയത്തിന്റെ സ്ഥലമാ. നമ്മൾ കരയേണ്ട കരച്ചിൽ അവനവിടെ കരഞ്ഞതേ ഉള്ളൂ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന്. പക്ഷേ ഗത്സമന പേഴ്സണലാ. എൻ്റെ ദൈവം പേഴ്സണൽ വിഷയമാ ഗത്സമനയിൽ. അവിടെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇനി അതിന് 36 വായിക്കാമോ? ആ എവിടെ വന്നു? തോട്ടത്തിൽ വന്നു. തോട്ടത്തിൽ ബൈബിളിൽ ഒരു കോമായ്ക്ക് പോലും അർത്ഥമുണ്ട്, ഒരു സെമിക്കോളിന് പോലും അർത്ഥമുണ്ട്, ഓരോ സെന്റൻസിനും അർത്ഥമുണ്ട്. നിങ്ങൾ സഹകരിച്ചാൽ മതി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവർ തോട്ടത്തിൽ വന്നു. ഉൽപ്പത്തി ആരംഭം മുതലേ തോട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പാപമില്ലാത്ത യുഗത്തിൽ പാപിയായിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. എൻ്റെ മകൻ എന്ന ലേബൽ കൊടുത്ത് ഞാൻ അവൻ്റെ പിതാവാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അവനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ചു. അവനെ പാർപ്പിക്കുവാൻ അവനു വേണ്ടി ഒരു തോട്ടമുണ്ടാക്കി. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏദൻ തോട്ടമില്ല. തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യനെ പാർപ്പിക്കാൻ വേണ്ടി ഒരു തോട്ടമുണ്ടാക്കി. അതിൻ്റെ പേരാണ് ഏദൻ തോട്ടം. എന്നാൽ വേറൊരു തോട്ടമാ ഗെത്സമനെ. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പുതുനിയമത്തിന്റെ വ്യവസ്ഥയിൽ പറയട്ടെ. ഒന്നാം ആദാം വഴിമാറിപ്പോയപ്പോൾ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ കൂടെ നമ്മെ ഒരു തോട്ടത്തിലേക്ക് അവൻ കൊണ്ടുവന്നു. അതാണ് പുതിയ നിയമസഭയാം തോട്ടം. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? ഇത് കെട്ടിയടച്ച തോട്ടമാണ്. ആവശ്യം പോലെ ആർക്കെങ്കിലും കയറുകയും ഇറങ്ങുകയും ചെയ്യാമെന്ന് തോട്ടമല്ലിത്. കാരണം ഏദൻ തോട്ടത്തിനും കെട്ടിയടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്താക്കിയിട്ട് ഗേറ്റിന്റെ അവിടെ വാളുമായി നിർത്തി ഇങ്ങോട്ട് കയറാതിരിക്കാൻ. സ്വതന്ത്രം. എന്നാൽ ദൈവം ജനിപ്പിച്ചവനെ അതിലാക്കി അവൻ ഈ തോട്ടം വിട്ടുപോയപ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ചവരെ സഭയാൻ തോട്ടത്തിലാക്കി. ഞാൻ പറയാറുണ്ട്, ജീവനും ഭക്തിക്കും ആവശ്യമായതല്ല. ഈ ജീവൻ എന്ന് പറയുന്ന ഉടുപ്പൊന്നുമല്ല. ഈ ജീവൻ എന്ന് പറയുന്നത് ഈ ശ്വാസവുമല്ല. ജീവൻ എന്ന് പറയുന്നത് നിത്യജീവനാണ്. പക്ഷെ മറ്റേ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല കേട്ടോ. നിത്യജീവനെ നമുക്ക് ദാനമായി തന്ന ദൈവമല്ല ഈ ദൈവം. ഈ ലോകത്തിൽ മാത്രം നാം പ്രത്യാശ വെക്കുന്നവർ നമ്മുടെ പേരെന്തുവാ? അരിഷ്ടർ. നമ്മുടെ പ്രത്യാശ നിത്യതയ്ക്കപ്പുറത്താ. ഹല്ലേലൂയ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ആരെ നാം സേവിക്കുന്നുവോ, ഇന്ന് ഞാൻ ആരെ പ്രസംഗിക്കുന്നോ അവനോടുകൂടെ യുഗായുഗം വാഴുമെന്ന്. ഇത്ര പ്രത്യാശയുടെ ജീവിതമുണ്ടോ?
ജീവൻ. 2, ഭക്തി. എവിടുന്നാ ഭക്തി വരുന്നത്? വീട്ടിൽ ഇരുന്ന ബൈബിൾ വായിക്കത്തില്ലയോ? കുടുംബ പ്രാർത്ഥന ഇല്ലയോ? പേഴ്സണൽ പ്രേയർ ഉണ്ടോ? പക്ഷെ അത് ദൈവത്തിന്റെ സെറ്റപ്പ് അതിലും അപ്പുറത്താ. നീ സഭയാം തോട്ടത്തിലേക്ക് വരണം. അവിടെയാണ് നീ നടക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരുന്നത്. അവിടെയാണ് നിന്റെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിക്കാനുള്ള സ്ഥലം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതാ, നമ്മുടെ ആത്മീയമായി വളരുവാൻ ദൈവത്തിന്റെ സെറ്റപ്പും ക്രമീകരണവും പുതിയ നിയമസഭയാ. അവിടെ ദൈവം നമ്മുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടി ദൈവദാസന്മാരെ ആത്മാവിൽ നിയോഗിച്ചാക്കിയിരിക്കുക. അവർക്ക് ലഭിക്കുന്ന വചനം ദൈവത്തിന്റെ ദൂതായിട്ട് ഏറ്റെടുത്ത് അതിനെ ബെരോവയക്കാർ പരിശോധിച്ച പോലെ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ആഹാരമായി ഏറ്റെടുത്താൽ ദൈവം നമ്മെ വളർത്തും. ഒരു നല്ല സ്വപ്നം പറയാമോ? സൺഡേയിലെ 1.5 മണിക്കൂറല്ല 20 മിനിറ്റ് വചനം കേട്ട് ബാക്കിയെല്ലാം യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നാൽ ദുരുപദേശത്തിൻ്റെ കാറ്റിനാൽ ഒലഞ്ഞു പോകും. ഇന്നലെ പകൽ ഞാൻ പറഞ്ഞു, ഉറപ്പുള്ള സ്ഥലത്ത് അവനെ തറയ്ക്കണം. ഏത് കാറ്റ് വന്നാലും നീ അവൻ്റെ മേലാണെങ്കിൽ പോകത്തില്ല. ഒരു നല്ല സ്വപ്നം പറയാമോ? കൊടുങ്കാറ്റ് വരട്ടെ, തിരമാല വരട്ടെ, നിന്റെ ഉപദേശത്തിലെ കാറ്റ് നിന്നെ എടുത്തു കളയുമെന്ന് പറയട്ടെ. നോ നോ നോ, ഞാൻ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവാകുന്ന ആ ആണിയല എന്നെ അവന് പറിച്ചു കളയുവാൻ ആർക്കും കഴിയില്ല. ഇങ്ങനെ പോയാൽ സമയം പോകുമല്ലോ. അപ്പോൾ ഗത്സമന വിജയത്തിൻ്റെ തോട്ടം, ഏദൻ പരാജയത്തിൻ്റെ തോട്ടം. ഏദൻ അനുസരണക്കേണ്ട തോട്ടം, ഗത്സമന സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ തോട്ടം. ഏദൻ പിശാച് ജയിച്ചു എന്ന് തോന്നുന്ന തോട്ടം, ഗത്സമന പിശാചിനെ കീഴ്പ്പെടുത്തിയ സ്ഥലം. ഏദൻ മാനവകുലത്തിന്റെ ഗതിയെ മാറ്റിവിട്ട സ്ഥലം. പോകേണ്ട വഴിയെ പോകാൻ സമ്മതിച്ചില്ലെന്നവന്. പാപത്തെ ജയിക്കാൻ പാപിയായിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പക്ഷെ ഗതി മാറ്റി അവനാ വിട്ടത് എന്ന് വിചാരിച്ച ദൈവം നമ്മെ വിട്ടില്ല കേട്ടോ. വി ആർ സ്റ്റിൽ ഇൻ ഹിസ് ഹാൻഡ്. നമ്മൾ കേവലം മനുഷ്യർ, ദൈവത്തിന് അറിയാമേ. ചിലപ്പോൾ ആവശ്യമില്ലാതെ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിപ്പോയാലും വഴി ഇതാകുന്നു. ഇതിലേ പോവുക എന്ന് പറയുന്ന ഇമ്പസ്വരം ചെവിയിൽ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സോ മാനവകുലത്തിന്റെ ഗതിയെ മാറ്റിയ സ്ഥലമാണ് ഏദൻ. മാനവകുലത്തിന്റെ പ്രത്യാശ നൽകുന്ന സ്ഥലമാണ് ഗത്സമന. ഈ വഴിയിൽ നിന്നാ മതി. അഥവാ വഴിയിൽ വെച്ച് നശിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയാൽ ഒരു നല്ല സ്തോത്രം എന്ന് പറയാം. അഥവാ വഴിയിൽ വെച്ച് നശിക്കുവാൻ തോന്നുന്ന ചാൻസ് ഉണ്ട്, പുത്രനെ ചുംബിച്ചാൽ മതിയെന്ന്. ഒരു ഭക്തന് വളരെ പ്രശ്നം തോന്നിയോ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെന്നും ഉപവാസവും പ്രാർത്ഥനയുമായി എനിക്കെന്നും ഇത് തന്നെയാണ്. അവസാനം അവരുടെ കണ്ണ് ഉന്തി നിൽക്കുന്നു. ഇയാൾ നിന്നെ കണ്ണ് നോക്കാൻ പോയത്, നോക്കേണ്ടവരെ നോക്കിയിരുന്ന കണ്ണ് ഉന്തിക്കുന്ന കാണുമായിരുന്നു. അവസാനം നോക്കി 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 പുള്ളി മിക്കുവാനും വീഴുന്ന ലക്ഷണമാണ്. പക്ഷെ ഒരു പ്ലസ് പോയിന്റ് പറയാം, ആ ഭക്തൻ വന്ന് അവസാനിച്ച ദൈവത്തിൻ്റെ പാദപീഠമാണ്. എനിക്കതാ ഇഷ്ടം.
ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ഇന്ന് വന്നിരിക്കുന്നത് അവിടെയാ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോൾ അന്നേരം റെവലേഷൻ കിട്ടി. ഞാനല്ല വഴുവഴുപ്പിൽ നിൽക്കുന്നത്, അവരാന്ന്. ക്രിസ്തീയ ജീവിതം സ്വപ്നം, രാത്രി സ്വപ്നം കണ്ട് രാവിലെ മറന്നുപോകുന്ന ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടല്ലേ വർഷങ്ങളായി പിന്തുടരുന്നത്. അല്ലെങ്കിൽ എന്നെ വെട്ടിച്ചു പോയന് ആരെല്ലാം എന്തെല്ലാം നടന്നു പറഞ്ഞതാ. നിന്റെ പ്രിയനേക്കാൾ മറ്റേ പ്രിയന് സുന്നില്ലാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അന്നേരം പാടിയ പാട്ട് ഓർക്കുന്നുണ്ടോ? ലോകസുഖ സൗകര്യങ്ങൾ. ഇന്നുണ്ടോ 5 മിനിറ്റ്? ഇന്ന് 5 മിനിറ്റ് ഉണ്ടോ? മാടി വിളിച്ച ഓ ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോ മാടി വിളിച്ച സുന്ദരന മനോഹര നിന്നെ ലോകയാത്ത പ്രാകൃതരം ജാരന്മാരെ വാദിക്കുമോ വത്സല മണ്ണെ പ്രതി യുഗില്ല ഞാൻ. ഓ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ദൈവം കൊണ്ടുപോകുന്ന ക്ലാസ് റൂമുകൾക്കായി സ്തോത്രം. So now they came the last classroom. പരീക്ഷയുടെ സമയമായി, ടീച്ചറെ ഡിപ്പാർട്ട് ചെയ്യാൻ സമയമായി. നമ്മളെ ഓട്ടോബയോഗ്രാഫി എഴുതുക, അതല്ലേ പറയുന്നേ. പോട്ടെ, എന്തെങ്കിലും പാട്ടെ പണ്ട് അങ്ങോട്ട് എഴുതുക. അത് തന്നെ ബയോഗ്രാഫി അല്ല, ഓട്ടോഗ്രാഫ്. ടീച്ചർമാർ, സ്നേഹമുള്ള ടീച്ചർമാരുടെ ആദ്യം കൊണ്ട് ടീച്ചറെ ഇതൊന്ന് എഴുതിക്ക്. അതിനൊക്കെ വാല്യൂ ഉണ്ട്, വലിയ കാര്യമൊന്നുമില്ലെങ്കിലും. ആളുകൾ പഠിപ്പിച്ച ടീച്ചറിനെ ഇന്ന് കണ്ടാൽ ബഹുമാനമില്ലേ? ഉണ്ട്. പഠനം പഠിപ്പിക്കുന്നവരെ ഇല്ലെങ്കിലും അവരെ ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ബൈബിൾ സ്റ്റഡി വേറെ ആളെ ഏൽപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. അതൊന്നുമല്ല കേട്ടോ. He is a good Bible teacher. That's what it is. അടുത്തത് എന്തുവായിരുന്നു? ലാസ്റ്റ് ക്ലാസ് വന്നിരിക്കുക. ഇവിടെ ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. കഴിഞ്ഞ 3.5 വർഷം നടന്നതെല്ലാം ഒരു സമ്മറൈസ് ചെയ്ത് പഠിപ്പിക്കാൻ പോവാ. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാ. എനിക്കതുകൊണ്ട് ഈ വലിയ അത്ഭുതം എന്നൊക്കെ പറയുന്ന അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. മരിച്ചവര്, കുരുടര്, പാണ്ടുള്ളവരുടെ ഇതൊന്നും വലിയ എന്താ തോന്നുന്നത്? അത് അവൻ നമ്മൾ കേൾക്കുന്നില്ലയോ? ഈ സോവറിൻ ഗോഡ്, ഇതൊക്കെ അവൻ ജസ്റ്റ് ചെയ്യുന്നു. നാം അവൻ്റെ മക്കളല്ലേ? എനിക്ക് അത്ഭുതമായി തോന്നുന്നത് അവൻ്റെ ക്യാരക്ടറാണ്. ഓ, ദൈവമായിരുന്നവൻ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഗ്രേറ്റ് തിങ്സ് കം ഇൻ എ സ്മോൾ പാക്കേജ്. ഓർക്കുന്നുണ്ടോ? ടോപ്പിക്ക് സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ ഭൂമിയിലേക്ക് വന്ന് താണഭൂമിയിൽ താണവനായി വന്ന്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ജെയ്സൺ പ്രസംഗിച്ചു ആ പുൽത്തൊട്ടി അത്ഭുതം. ഒരു സ്തോത്രമൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കുഷ്ഠരോഗി സൗഖ്യമായതല്ല അത്ഭുതം, അവന്റെ കിടപ്പ അത്ഭുതം. എന്തിനാ?
ദരിദ്രനായ എന്നെ സമ്പന്നനാക്കുവാൻ. അതൊരു അത്ഭുതമല്ലേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്നാ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. ആശ്ചര്യമേ ഇതു, ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ഓ കൃപയേ 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 ഓ ചിന്തിയല്ലോ രക്തമെനിക്കായി ചിന്തിയല്ലോ സ്വന്ത രക്തമെനിക്കായി. ഓ ദൂരത്തിൽ നൈദ്രോഹിയമെന്നെ ഓ ദൂരത്തിലും നൈദ്രോഹി ചാരത്താണ് ചിടുവാനേറ്റു കഷ്ടം. ചാരത്താണ് ചിടുവാൻ ഏറ്റു കഷ്ടം. കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ ഓ കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതോ അൻപിതോ 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 കാട്ടിയതാ അൻപിതോ അൻപിതോ അൻപിതോ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 കൃപയേ. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായതല്ല അത്ഭുതം, ഒരുവൻ മടങ്ങി വന്നത് അത്ഭുതം. ആണോ അല്ലയോ? അതെ, എൻ്റെ ജീവിതത്തെ മാറ്റിയവൻ, സമൂഹത്തിൽ സ്ഥാനമില്ലായിരുന്ന എന്നെ, പാളയത്തിന്റെ പുറത്തായിരുന്ന എന്നെ ദൈവാലയത്തിൽ കൊണ്ടെത്തിക്കുവാൻ മുഖാന്തരമായവനെ എനിക്കൊന്ന് കാണണം. ആ വ്യക്തിയാ ഞാൻ, ആ വ്യക്തികളാ നിങ്ങൾ. ഇതല്ലേ അത്ഭുതം? അവന്റെ ക്യാരക്ടർ, യേശുവിനെ ലക്ഷ്യമാക്കി പോകുന്ന ഭക്തൻ അവന്റെ ക്യാരക്ടർ ഉള്ളിൽ പകർത്തിയെടുക്കണം, ഒപ്പിയെടുക്കണം. എന്നാലേ നിത്യത ചെറുതുള്ളൂ. പെട്ടെന്ന് 1-2 ക്ലാസ് റൂമിലേക്ക് പോകാം. ക്ലാസ് റൂമിലല്ല, ലെസണിലേക്ക് പോകാം. ഇനി 1 വായിച്ചാട്ട് 32 അല്ല 32 ആണോ 36 അല്ലേ? ആ ആ ആ ഇപ്പൊ എവിടെ വന്നു? ഗെത്സമനയിൽ വന്നു, ക്ലാസ് റൂമിൽ വന്നു. അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങളാരും എൻ്റെ കൂടെ ഇപ്പം നിങ്ങളാരും വരണ്ട. എൻ്റെ വിഷയം ഇപ്പം തൽക്കാലം ആരും ഒന്ന് പറഞ്ഞേ മക്കളെ. ജോണി മതി മതി, ഇത്രയും മതി. യു കാൺ ഷെയർ വിത്ത് ഓൾ യുവർ പ്രോബ്ലം. ആ വിത്ത് വേണ്ട കേട്ടോ, അറിയാതെ വിത്ത് വന്നു പോയതാ. യു കാൺ ഷെയർ ഓൾ യുവർ പ്രോബ്ലം വിത്ത് എവരി വൺ. മനസ്സിലായില്ല? ഇംഗ്ലീഷ് ശരിയല്ലേ? പിന്നെ എത്ര ബുദ്ധിമുട്ട് ഒപ്പിച്ചിരുന്നറിയാം. അത് കണ്ടെങ്കിലും നിങ്ങൾ ചിരിക്കണം. താങ്ക് യു സിസ്റ്റർ. സങ്കടങ്ങളൊന്നും എല്ലാവരോടൊന്നും 12 കൂടെ ഉണ്ടെങ്കിലും ദിസ് ഈസ് മൈ പേഴ്സണൽ.
യു സ്റ്റേ ഹിയർ, ലെറ്റ് മീ ഗോ ഫോർവേഡ്. എന്താ കാര്യം? എല്ലാവരൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. എല്ലാം എല്ലാവരും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന പലരുമില്ല കേട്ടോ. ഒരു സ്വതന്ത്രം പറയാം. നല്ല സ്വതന്ത്രം പറയാം. നമ്മുടെ വിഷയം എല്ലാം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല. അതേ ഉള്ളൂ വിഷയം. അവർക്കത് ഇറ്റ്സ് എ നോർമൽ തിങ്. ഇവിടെ ഹൃദയത്തിൻ്റെ ഭാരം ആർക്കറിയാമോ? നോ. നാം അനുഭവിക്കുന്ന വിഷയവും നാം രാത്രിയിൽ കരയുന്ന കണ്ണുനീരും നാം ആരോടും പറയാതെ ഭാരപ്പെടുന്ന വിഷയവും എല്ലാവരും അറിയണമെന്നില്ല. ഇറ്റ്സ് എ ക്ലാസ് റൂം. എന്താ പറഞ്ഞിട്ടെന്തോ പ്രയോജനം? സാഹചര്യം വരുമ്പോൾ അതുകൊണ്ട് മുതലെടുക്കുന്ന ആത്മീയ ലോകമാണ്. അതാ കാര്യം. പെട്ടെന്ന് പറഞ്ഞു പറയാം, ഇനി സമയമില്ലാത്തതുകൊണ്ട്. സോ പോയിന്റ് നമ്പർ 1, എല്ലാവരോടും എല്ലാം ഒന്നും പറഞ്ഞിട്ട് എന്തില്ല, പ്രയോജനമില്ല. ദേവസ്വം എഴുന്നേറ്റ് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പാഷ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. ഇനി ഒന്നും പറയണ്ട, അതെന്തുമല്ല എൻ്റെ വിഷയം. നിങ്ങൾ മനസ്സിലാകുന്നതിനാണ് സ്തോത്രം. നിങ്ങളിപ്പോൾ എവിടെ ആയിരിക്കുന്നേ? ആ ക്ലാസ് റൂമില്ല. ആൻഡ് നമ്പർ 2, 37 വായിച്ചേ. അപ്പൊ എല്ലാവരോടും എല്ലാം ഒന്നും പറയരുതെന്ന് പറഞ്ഞാലും യു നീഡ് someone to share with. പങ്കുവെക്കുവാൻ ആരെങ്കിലും വേണമെന്നേ. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കണം. മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്നത്തെ ആത്മീയലോകത്തിൽ ശുശ്രൂഷകന്മാരുടെ ഒന്നും പറയാൻ വയ്യാത്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനാണ് സ്തോത്രം. കാരണം വിശ്വാസികളൊന്നും മന്ദഹസിക്കണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഭാഷമാർ കുറ്റം പറഞ്ഞാൽ മതി. അവർ എഴുന്നേറ്റ് സ്തോത്രം പറയും. നിനക്കാരെങ്കിലും വേണം. ഇതൊക്കെ വീട്ടിൽ കിട്ടത്തില്ല, കൂട്ടായ്മയിൽ കിട്ടും, ക്ലാസ് റൂമിൽ കിട്ടും. പ്രാർത്ഥിക്ക്. കർത്താവേ, ഞാൻ പറയട്ടെ, ഇത് മൺപാത്രമാകട്ടോ. വിള്ളലുണ്ടാകും, വഹിക്കാൻ വൈകി പൊട്ടിപ്പോകും. You need somebody to share your problem with someone. ഈ 12 പേരെ ആദ്യം പറഞ്ഞു നിങ്ങൾ വിളിപ്പോ. എൻ്റെ വിഷയമൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം. പക്ഷേ 3 വിളിച്ചു, 3 പേരെ വിളിച്ചു. യു നീഡ് സംബഡി. ആരെങ്കിലും ട്രസ്റ്റ്. കർത്താവേ, ഇന്നൊന്ന് പ്രാർത്ഥിക്കാമോ? Lord, I need somebody to share my problem. തന്നെ വഹിക്കരുതേ, പാത്രം പൊട്ടിപ്പോകും. Praise the Lord. ഞാൻ പതുക്കെ പോകുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വിചാരിച്ച പ്രസംഗമൊന്നും കഴിഞ്ഞില്ല. ഇന്ന് ചിലപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇംഗ്ലീഷ് അങ്ങ് ആയിട്ട് മാറും. എന്തുവാ എനിക്ക് ഈ പൗലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ട്. ഇത് തീത്തോസിനെ പറ്റി പറയുകയാണ്. നിങ്ങൾക്ക് അവൻ കൂട്ടുവേലക്കാരൻ, എനിക്ക് അവൻ കൂട്ടാളി. ഈ കൂട്ടാളിയൊക്കെ എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ കൂട്ടുകാരെ ഇരിക്കുന്ന ഫിസിക്കലി. അത് നിങ്ങൾക്കൊന്നും ആരും ഇല്ലയോ?
ഇപ്പോഴാ ബോധ്യം വന്നേ. ലൈഫിലെല്ലാം ഷെയർ ചെയ്യുന്ന ഒരാള്, that person Titus, അവൻ എൻ്റെ കൂട്ടാളിയാ. ഒരു ഭക്തൻ പറയുക, അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് അവനെ വിശ്വസിക്കാം, എനിക്കൊരു വിഷയമെന്ന് അവനോട് പറയാം. എൻ്റെ സുവിശേഷ വേലയിൽ ഉള്ള പ്രശ്നം അവൻ അറിയും. എനിക്ക് വേണ്ടി അവൻ വിശ്വസത്തോടെ നിൽക്കും. ഇതെല്ലാം 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലുണ്ട്. പിന്നെ വായിച്ചാൽ മതി നിങ്ങൾ. നിങ്ങൾക്ക് കൂട്ടുവേലക്കാരൻ, എനിക്ക് കൂട്ടാളി. കൂട്ടാളികളെ അന്വേഷിക്കുക, കൂട്ടാളികളെ അന്വേഷിക്കുക, അവരുമായി ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒന്നും പോവല്ലോ സമയം. അടുത്ത, he opens his heart. ആരോടാ? 3 പേരോട്. 12 അവിടെ. ഒളിത്തിരി. ആ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ ഉള്ളം. ഇത് ആരായി വ്യക്തി? ഓ, ഇതാരായി വ്യക്തി? മനുഷ്യനെ സൃഷ്ടിച്ചവൻ, ഹൃദയം നിർമ്മിച്ചവൻ, അവന്റെ ഹൃദയം, എന്റെ ഉള്ളം, മരണവേദന. He was opening up his heart with that 3 person. അവൻ അവരുടെ മുമ്പിൽ ഹൃദയം തുറന്നു. ദൈവമക്കളെ, ഒരുവൻ ദൈവസന്നിധി വിട്ടുപോയാലും അവന് ഹൃദയം വേദനിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ ഇല്ലയോ? വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഒരുവൻ പിന്നോക്കം പോയാൽ ദൈവദാസന്മാർക്ക് മാത്രമല്ല, ദൈവത്തിനും ഹൃദയം വേദനിക്കും. തെളിവുണ്ടോ? സോദോം പാപം പെരുകി, പാപം പെരുകി. പാപം കണ്ടുകൊണ്ട് നിൽക്കുന്നവനല്ല അവൻ. അവർ സ്വതന്ത്രം ഒന്ന് പറഞ്ഞാട്ടെ, സമയം നിർത്തും. പാപം കണ്ടോണ്ട് സാരമില്ല പൊയ്ക്കോട്ടെ എന്ന് പറയുന്നവനല്ല, ഹൃദയം വേദനിക്കുന്നവനാ. ഞാൻ എൻ്റെ കരത്താൽ സൃഷ്ടിച്ച ഈ ജനം, ഞാൻ അവരെ സ്നേഹിക്കുന്നതോടൊപ്പം അവർ എന്നെ വിട്ട് ദൂരെയോട്ട് പോവുക. നിമ്രോദ് മുതൽ നടന്നായത്. നമുക്ക് അവനേക്കാളിലും വലിയ പേരുണ്ടാക്കണം. ദൈവം ഹൃദയം വേദനിച്ചു കാണും, ഇല്ലയോ? കാരണം അവൻ സൃഷ്ടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇഷ്ടമില്ലാത്ത വഴി പോയി നമ്മുടെ ഹൃദയം വേദനിക്കുമോ? ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയിൽ ഉണ്ടാക്കിയതാ, സൃഷ്ടിച്ചതാ. ഹൃദയം വേദനിച്ചു. സോദോമിനെ നശിപ്പിക്കാൻ പോകുന്ന വഴിയിൽ I want to open up my heart with my friend Abraham. അവൻ അതിനാ വീട്ടിൽ വന്നത്. അവിടുത്തെ അപ്പം കഴിക്കാൻ വന്നതല്ല, അവിടുത്തെ ബീഫ് കഴിക്കാൻ വന്നതല്ല. എൻ്റെ ഒരു പ്രിയനായവൻ ഈ വീട്ടിലുണ്ട്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് ഉറക്കൊന്ന് പറഞ്ഞേ, അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? എന്താ കാര്യം എന്നറിയാമോ? എന്നോട് കൂടെ ക്ലാസ് റൂമിൽ അവനും ഒരു പങ്കുണ്ട്. ദൈവം സോദോമിനെ നശിപ്പിച്ചപ്പോൾ അബ്രഹാമിനെ ഓർത്തു. നിന്നെ ഓർക്കുന്നവനാ. നീ ഒരു ചെറിയ കാര്യം ചെയ്താൽ, നീ ഭൗതികത്തിൽ ഒരു ചെറിയ കാര്യം കർത്താവിനോട് ചെയ്താലും, ദൈവീയ രാജ്യത്തിന് വേണ്ടി ഒരു കൈ അനക്കിയാലും അത് ഓർക്കുന്നവനാവൻ. ഒരു ട്രാക്ട് കൊടുക്കുന്ന ആരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരുവനുണ്ട്. ഒരു നല്ല സ്വപ്നം പറയാമോ? ഇടങ്കയും വലങ്കയും അറിയാതെ ചെയ്യുന്നതും അറിയുന്ന ഒരുവനുണ്ടെന്ന്. നീ പ്രാർത്ഥനക്കാരനാണെന്നും ലേബലെന്നും വേണ്ട, അതിന് രാത്രിയുടെ ആമത്തിൽ കട്ടിലേന്ന് ഇറങ്ങിയിരിക്കുന്നത് കാണുന്ന ഒരുവനുണ്ട്.
Praise the Lord. Praise the Lord. നിന്റെ അവന്റെ ഹൃദയം പ്രാണ വേദന. അയ്യോ, ഇത് ആരോടൊന്ന് പറയും? മരണവേദന. നിങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അനുഭവിക്കുന്നവർക്കറിയാം. അതേ ഈ സന്ദർഭം ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. വീട്ടിലുള്ള കൂട്ടാളി പോലും ആ സമയത്ത് ഒരു പക്ഷേ പ്രയോജനപ്പെട്ടെന്ന് വരത്തില്ല. The comforter and companion, the Holy Spirit. ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞാട്ടെ. അനുഭവമുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ഹൃദയം ഉള്ളമുരുകി മരണവേദന. ക്രൂസിൽ മരണവേദന ഒന്നുമില്ല. നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ. ക്രൂസിൽ ജയോത്സവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ പേഴ്സണൽ ട്രയൽ. ഗെത്സമനിയാ നമ്മുടെ ക്ലാസ് റൂം. മരണവേദന പിടിച്ച് ആളോട് പറയുന്ന ഈ 3 പേരോട്. എല്ലാവരോടും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. പറഞ്ഞാളോട് പറഞ്ഞാൽ മനസ്സിലാവും. അയ്യോ, സമയം പോകുന്നല്ലോ. പകുതിയേ പറയത്തുള്ളൂ. ബാക്കി നാളെ പറയാം. നാളെ അല്ല, യുണൈറ്റഡ് ടൈം. അത് ഒന്നുകൂടെ വായിച്ച 39. അത് തന്നെയാണ്. പിന്നെ അവൻ അപ്പൊ ആദ്യം 12 പിന്നെ അതിനകത്തൊന്ന് 3 പിന്നെ അവരെ ഇവസലോണ്ട് ഷെയർ ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായി പോകും. ശരിയല്ലയോ? He was just alone there. You need a time alone with God. അതും ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതും ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണെന്ന് വിശ്വസിക്കുന്ന ആരുണ്ടോ? 3.5 വർഷം 12 പേര്, ഗെത്സമനിയിൽ 3 പേര്. അവരോട് ഹൃദയം അടുത്തത് മുന്നോട്ട്. അവിടെ ആരുമില്ല. നെടുമ്പാട് വീണു. നിനക്ക് വീണ് കരയാവുന്ന ഒരാളേ ഉള്ളൂ. ഞാൻ ഈ വചനം പറയുമ്പോൾ കണ്ണു നിറയുന്നത് എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടൊന്നുമല്ല, എൻ്റെ കർത്താവിന് മുമ്പിലായതുകൊണ്ടാണ്. നീ ഒരു വ്യക്തിയോട് വിഷയം ചെയ്ത് നീ കരഞ്ഞില്ല, അവരും കരയുന്നേ ഉള്ളൂ. അതിന് വിഷയം മനസ്സിലാകത്തില്ല. വീട്ടിലൊരു മരണം സംഭവിച്ചാൽ നീ കരയുന്നതുകൊണ്ട് അവരൊന്ന് കരയും. കഴിഞ്ഞ നാളുകൾ ഒന്നിച്ച് പാർത്തവൻ വിട്ടുപോകുമ്പോഴുള്ള വേദ നിനക്കേ അറിയത്തുള്ളൂ. He was alone. അവൻ ഒറ്റപ്പെട്ടു. He wants to be with the Father. നമുക്കും അങ്ങനെ ആവശ്യമായി. ചിലപ്പോൾ നമ്മളെ അവൻ പഠിപ്പിക്കാൻ നിങ്ങൾക്കും പേഴ്സണലായിട്ട് അവനുമായിട്ട് ബന്ധം വേണമെന്നാ. അതല്ലയോ? സന്നിധിയിൽ വസിച്ചോട്ടെ. ഇവിടെ ആരും വേറെ ഇല്ല, അവനേ ഉള്ളൂ. പാദങ്ങളും ചുംബിക്കട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടാ അല്ലയോ? എൻ്റെ ആരാധ്യൻ്റെ മുൻപിലാ ഞാനായിരിക്കുന്നത്. 5 പോയിന്റ് 5 പറയാം, ബാക്കി അടുത്ത ആഴ്ച പറയാം. The 5th one, I have a father. I have a father. എപ്പോഴാ ആ വാക്ക് വന്നത്? When he was alone. കുറച്ചു മുമ്പേ കൂടെ 12 പേരുണ്ടായിരുന്നു. ഇച്ച കഴിഞ്ഞപ്പോൾ 3 ഉള്ളൂ. ഇച്ച കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കാ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പാസ്റ്റർ ഒരു വേർഡുണ്ട് യേശു പറയുന്നത്, നിങ്ങളെല്ലാവരും, നിങ്ങളെല്ലാവരും ചിതറിപ്പോകും, ഞാൻ ഏകനായിത്തീരും. എന്നാൽ ഞാൻ ഏകനല്ലതാനും.
പിതാവിനോട് കൂടെ ഉണ്ട്. ഇതൊക്കെ 10 സ്തോത്രം നല്ല പറയുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലെന്നേ. ഞങ്ങൾ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോഴല്ലോ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. മർക്കോസ് അവസാനം എഴുതിയിട്ടുണ്ട്, സുവിശേഷം പറയുന്നവരുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. പിതാവ്, ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ള പ്രിവിലേജ് ഒരൊറ്റ മതത്തിനും അവരുടെയൊക്കെ ദൈവങ്ങളെ കണ്ട് പേടിക്കുമ്പോൾ അപ്പച്ച എന്ന് വിളിക്കാനുള്ള പദവി ഒരു ദൈവ പൈതലിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാടാവോ? എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ഇന്ന് ഇവിടെ ഇല്ല. ഇംഗ്ലീഷ് അറിയാവുന്ന, ഇന്ന് ഇംഗ്ലീഷ് അറിയാവുന്ന ജെയ്സനും ലിജിപ്പാഷ് പോലും എന്നോട് സഹകരിക്കത്തില്ല ഇതിൽ. കാരണം അവർക്കൊന്നും ഈ പാട്ട് അതുപോലെ പാടാൻ അറിയത്തില്ല, എനിക്കറിയത്തുള്ളൂ. അറിയാവോ ഭാഷേ? ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞു. കള്ളം പറയുമോ? ചെയ്തെന്നോട്ട് ഐ ഹാവ് എ ഫാദർ. ഞാൻ പറഞ്ഞു വിടാം, എനിക്കും അറിയത്തില്ല പാടാൻ. ഐ ഹാവ് എ ഫാദർ, ഹി കോൾസ് മീ ഹിസ് ഓൺ. അയ്യോ, ഇത്ര ഒരാമേനേ ഉള്ളൂ. എനിക്കൊരു അപ്പച്ചനുണ്ടെന്നേ. ഹി കോൾസ് മീ ഹിസ് ഓൺ. ഞാൻ അവൻ്റെ വകയാ. ഇത് പഠിച്ച് ഞാൻ ആ ക്ലാസ് റൂമിലാണ്. ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഏകനല്ലെന്ന്. എനിക്ക് അപ്പച്ച എന്ന് വിളിക്കാനൊരു സ്ഥലമുണ്ട്. ബൈബിൾ കർത്താവിൻ്റെ വചനത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒന്നാമത്തെ വാക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവില്ലാത്ത പൊതുനിയമ സഭയില്ല. എന്നാൽ പിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ ദൈവത്തിൻ്റെ ക്രമീകരണ പുത്രൻ. എനിക്കൊരു അപ്പച്ചനുണ്ട് കേട്ടോ. പിതാവ് 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 സ്വർഗസ്ഥനായ, മുഴുവൻ പാട്ട് മുഴുവൻ പറഞ്ഞില്ലല്ലോ അല്ലേ? ഐ ഹാവ് എ ഫാദർ, ഹി കോൾസ് മീ ഹിസ് ഓൺ. നമുക്ക് ആരെങ്കിലും ഉണ്ടോ? പിതാവുണ്ട്. നമ്മൾ ആരാ? അവന്റെ വകയാന്ന്. ഞാൻ തന്നെ He never leave me no matter where I go. അത് തീച്ചുളയായാലും ഗത്സമനയായാലും പെരുവെള്ളമായാലും ഒറ്റപ്പെട്ട സമയമായാലും രോഗമായാലും ദുഃഖമായാലും സന്തോഷമായാലും സന്താപമായാലും. യെസ്, ഈ ജനം എത്ര ഭാഗ്യമുള്ള ജനം. നമുക്കൊരു അപ്പച്ചനില്ലേ? ബാക്കി മതി മതി മതി. ഇനി അത് ഓഫാക്കിയത് ടേൺ ഇറ്റ് ഓഫ്. ബാക്കി 5 പോയിന്റ് അടുത്ത ആഴ്ച പറയും. നിങ്ങളെല്ലാവരും ഇവിടെ കാണണം. അവസാനം പുതിയ നിയമത്തിലെ ക്ലാസ് റൂമിൽ കൂടി പോയ ഒരു ഭക്തൻ. അത് മറ്റാരുമല്ല, പൗലോസാ. അയ്യോ, അവൻ പോയ ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. യേശു പോട്ടെ, അടിച്ച് ചത്തെന്ന് പറഞ്ഞ കുപ്പക്കൊണ്ട് പാരത്തിക്കൊണ്ട് ഇട്ടു. അവിടെ ഒന്നും വിടുതലാരും വന്നില്ല, വിടുതലിൻ്റെ ശുശ്രൂഷകാരും വന്നില്ല. ദൈവത്തിൻ്റെ പർപ്പസ് അതാ. അവസാനം എനിക്ക് വയ്യ കർത്താവേ, ആരോട് പറയാനാ? തീത്തോസൊക്കെ കൂടെ ഉണ്ടെങ്കിലും അവരോട് പറയാൻ പറ്റുമോ? ഇതൊന്ന് മാറ്റിത്തരണം. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നെക്കൊണ്ടിത് അസഹനീയമാ.
സമയം കഴിഞ്ഞു. ഇതൊന്ന് മാറ്റി തരണം. മറുപടി ഉണ്ടോ? ഉണ്ട്? നോ. എൻ്റെ കൃപ നിനക്ക് മതി. ഈ ക്ലാസ് റൂമിൽ ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് നീ ചോദിക്കുന്നതിന് മറുപടിയല്ലേ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഞാൻ നിന്റെ പിതാവാണെങ്കിൽ എൻ്റെ സ്പർശനം നിനക്ക് ബലം പകരും. കൃപ മതി. ആരായി കൃപ? അവനാ. ഒരു മിനിറ്റ് ഒന്ന് എഴുതിയിരിക്കാമോ? ഈ സ്തോത്രാഴ്ച പെട്ടെന്ന് ഇട്ടങ്ങനെ. പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ധ്യാനിച്ച് പാടുമ്പോൾ സ്തോത്രാഴ്ച കൊണ്ട് നടക്കുന്നത്. പെട്ടെന്ന് എടുത്ത് ഇട്ട് നിങ്ങൾ നോക്കണം. നമുക്കൊന്ന് പറയാമോ? നാഥ നീ മതി എനിക്ക് ജീവിതയാത്രയതിൽ. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെയോടിടുവാൻ തിരുകൃപ മതി. Johnny. വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ ഹല്ലേലൂയ. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എന്ന കർത്താവിനോട് നമുക്ക് പറയാം. ഹല്ലേലൂയ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഹല്ലേലൂയ. Thank you, Lord. Thank you, Lord. I request the choir to We heard this morning about two gardens.